നമസ്കാരം, ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്തു വിറച്ചുകൊണ്ടിരിക്കുകയാണ് അയർലൻഡ്. കുറച്ച് ദിവസങ്ങളായിട്ട് വിൻ്റർ നല്ല കട്ടയ്ക്ക് നിൽക്കുവാണ്. ഇപ്പോൾ -2 ആണ്. ഇപ്പോൾ ഈ സമയം ഇപ്പോൾ 9:30 ആയി രാവിലെ ഡ്യൂട്ടി നൈറ്റായിരുന്നു. എനിക്ക് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തൊക്കെ -3 -4 ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് എനിക്കൊരു ഒരു റീൽ അയച്ച് തരാൻ ഇടയായി. അയച്ചു തന്ന റീൽ എന്താണെന്ന് വെച്ചാൽ, അയർലൻഡിലെ തണുപ്പത്തിരുന്ന് നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് ഒരു ഓൾഡ് മങ്ക് അടിക്കുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വരെ കൊതി തോന്നി. ഒരു ഓൾഡ് മങ്ക് ചെറിയൊരു പെഗ് അടിക്കണം ഈ തണുപ്പത്ത്, ഈ മഞ്ഞിൽ പുതച്ചിരുന്നുകൊണ്ടെന്ന് അല്ലേ. നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തായാലും, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം അത് കാണുമ്പോൾ ഒരു കൊതി വരും. നമ്മൾ മൂന്നാറിൽ തണുപ്പിന് വേണ്ടിയിട്ട് പോവാറുണ്ടല്ലേ, പക്ഷേ നമ്മൾ വൺസ് ഇൻ എ വയൽ ഒരു ട്രിപ്പ് പോയി തണുപ്പ് ആസ്വദിക്കുന്നത് പോലെയല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് തണുപ്പ് വരിക എന്ന് പറയുന്നത്. ചെറിയൊരു തണുപ്പൊക്കെ ഒരു 10-12 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. കാരണം നമുക്ക് ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. പക്ഷേ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കൊക്കെ, കാനഡയിലുള്ളവരുടെയൊക്കെ അവസ്ഥ ഇതിനും എക്സ്ട്രീം ലെവലിലാണ്. നമുക്ക് അത്രയും എക്സ്ട്രീമായിട്ടുള്ള തണുപ്പ് ഇവിടെ വരാറില്ല. പക്ഷെ എന്നാലും അയർലൻഡ് എന്ന് പറയുന്നത് തണുപ്പൻ രാജ്യമാണ്, എപ്പോഴും തണുപ്പ് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പലരും മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയക്കൊക്കെ പോകാനുള്ള ഒരു കാരണം തണുപ്പാണ്. പക്ഷേ ഡബ്ലിൻ സൈഡിലേക്ക് സ്നോ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് സ്നോ വന്നിട്ടില്ല. പക്ഷെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രീം തണുപ്പുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുള്ള് ഗ്ലൗസും ക്യാപ്പും ഫുൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ, മീൻസ് നമുക്ക് വീടിനകത്ത് വരെ നമ്മൾ ഫുൾ ഹീറ്റിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ നമുക്ക് തണുത്ത് വിറയ്ക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സ്കിഡിങ് ചെയ്യും, വണ്ടി സ്കിഡാവും. മീൻസ് നമുക്ക് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. നോർമൽ സമ്മർ ടൈമിൽ ഓടിക്കുന്നത് പോലെയല്ല. നമ്മൾ ഐസി റോഡായിരിക്കുമല്ലോ, മീൻസ് ഐസ് പൊതഞ്ഞ് കിടക്കുന്ന റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ടേണൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി സ്കിഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഡേ ടു ഡേ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, എത്ര തണുപ്പാണെങ്കിലും. റോട്ടിൽ ആളുകളുണ്ടാവും, അവരവരുടെ ജോലിക്ക് പോവും. ഇപ്പം എൻ്റെ മോള് സ്കൂളിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നതാണ്. സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ അതൊക്കെ നോർമലായിട്ട് നമ്മൾ ജോലിക്ക് പോവും, ജോലി കഴിഞ്ഞ് വരും, നമ്മുടെ കാര്യങ്ങൾ ഷോപ്പിംഗ് അങ്ങനെ അതൊക്കെ നോർമൽ പ്രോസസ്സ് പോലെ തന്നെ നടക്കും. വിൻ്റർ ടൈമിൽ നമ്മൾ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. എന്തെങ്കിലും ഷോപ്പിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, മോളെ സ്കൂളിൽ വിടുന്നു, അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിൻ്റർ ടൈമിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിൻ്റർ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.